ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. നന്നായി വരും. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ്. ഗോന്നാരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോന്നാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? പൂവ് ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ. ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തി വെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. എനിക്കും ഈ പൂജയില് വലിയ നിശ്ചയില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ? താൻ യജമാന സ്ഥാനത്ത് ഇരുന്നാ മതിയിടോ. തമ്പുരാനെ, പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കണു അപ്പുറത്ത്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതിന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുകേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്ക. വേണ്ടായിരുന്നു. എന്റെ കൊച്ചുമോള. ഏയ്, അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. പോകുന്നേരെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ, കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാം. തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തിലാ. ആഗ്രഹമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാല് കുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതുവരെ ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതിയെ പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ആരാത്? ഇളയ തമ്പ്രാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുംബിയാ. പിന്നെയും വിളിച്ചു. വരട്ടെ. കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തിൽ ഒന്നാമതാ കുട്ടി. അയ്യോ, സദ മഗരി ഗമദ മഗരി ഗ സരി സരി ഗമദ സരി ഗരി സദ മഗരി സരി ഗ മാറുബാ ആരി കോർവ ജാലനൂരാ സാ സാ സരി ഗ സരി രി സദ മഗ സ
sa sa sari ga sari ri ga da ma da sa sa da ri da da sa da ma ga ri sari ga ma da sari ga ma ri ga ri da da sari da da ma da sa dha ma ga ri sari ga ma ru ba ari kor vasalanura ma ru ba ഹലോ. പ്രശ്നമായി ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക് എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഉത്തരവാദിത്തം എനിക്കല്ലേ? താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഗൗളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ പോകെ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടത്തെ ഗോപിയാ തമ്പുരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തിലാ. താൻ ചെന്ന് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഗോവിന്ദേട്ടൻ കേൾക്കുക. ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി. വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം വെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ? ഈറനോടെ കണ്ടുവല്ലേ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരികണു. എല്ലാം തമാശയാ. ഒരു ലോകൈക സംഗീതജ്ഞൻ വന്നിരിക്കുന്നു. പൂജ ചെയ്യാൻ എത്തിയതെങ്കിൽ അത് ചെയ്താ പോരെ. എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയാൾ ആരാ? പഠിപ്പിച്ചതൊന്നുമല്ല, തെറ്റിയപ്പോ ഒന്ന് തിരുത്തിന്ന് മാത്രം. തെറ്റ് തിരുത്താൻ ഇയാൾ ആരാ? ത്യാഗരാജസ്വാമികളോ? മാപ്പ് പറഞ്ഞ പ്രശ്നം തീർത്തേക്ക്. തെറ്റ് ചെയ്തവർ പറയേണ്ടതല്ലേ മാപ്പ്? ഒരു തമ്പുരാട്ടിക്കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുക? തിരുവായിക്ക് എതിർവായില്ലേ എന്നറിയില്ലേ തനിക്ക്? ഇയാളോട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാൻ പറന്റെ തിരുമനസേ, ദയവ് ചെയ്ത് ഒന്ന് മാറി നിൽക്കൂ. മാറി ഇന്നാ ഇതിൽ ഇടപെടാൻ പറ്റുമോ? പരശുതമ്പൂരി ഇതിൽ ഇടപെടണ്ട. കുട്ടികൾ തമ്മിലുള്ള കാര്യം അവര് തീർത്തോളും. ഞാൻ ചെയ്തത് തെറ്റാണെങ്കില് വലിയ തിരുമനസ് പൊറുക്കണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്ന. തിരുമനസ് പുറത്തിട്ട് കാര്യമില്ല. സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം. ഞാൻ തോറ്റ തെറ്റെന്റേത്. ഞാൻ നിങ്ങളോട് മാപ്പ് പറയും. ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത്. നിങ്ങൾ എന്നോട് മാപ്പ് പറയണം. മത്സരത്തിനൊന്നും ഞാനില്ല. എന്താ പേടിച്ചിട്ടാണോ? ഞാൻ പോയില്ലേ? എന്താടോ മത്സരിച്ചൂടെ? ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ, കേക്കാലോ. നോക്കാം. എങ്കിലും ഒരുക്കങ്ങളായിക്കോട്ടെ. സുലൈമാനെ, ആ കയ്യെന്ന് കാണിച്ച്. എന്തേലൊന്നുമില്ല. ഇത് ഇളയ തമ്പുരാട്ടി മുട്ടുകുത്തിച്ചതിന്. ഇനി കയ്യാൻ എടുത്തോട്ടെ. ശാപം. നാൽപ്പത്തൊന്ന് നാളത്തെ പ്രധാനുഷ്ഠാനങ്ങൾ. പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം, ഭഗവതി സേവ. അതിനുശേഷം ദേവീ ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നു എന്ന് പ്രശ്നവശാൽ കണ്ടാൽ യാഗം തുടങ്ങാം. മനസ്സിലാവുണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്ക്? തിരുമംഗലത്ത് തിരുമേനി 21 പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കോപത്തിൽ ദുർവാസാവിന് തുല്യനാ അദ്ദേഹം. പരിശോട്ട, ഈ തിമിംഗലം അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുമംഗലം തിരുമേനി എന്തെങ്കിലും തെറ്റണ്ട കോപിക്കൂ? ഇല്ല, ശപിക്കും. ആ ശാപം 7 തലമുറ നിലനിൽക്കും. മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളൂ. യാഗഫലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ? അതെ. പഠിച്ചോനെ, ഈശ്വരോ രക്ഷ. എഴുന്നേൽക്കുക. മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് അല്ലേ? അത് അനുഗ്രഹിക്കാൻ കൈ ഉയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം ഒരു നമ്പൂരി ഖുർആൻ വായിക്കേ. മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി. പഠന വിഷയമാക്കുന്നത് തെറ്റില്ല. ജ്ഞാനം കൂടും. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കേട്ടിരിക്കണു? ആണോ? ഇത്ര ചെറുപ്പത്തിലെ പുണ്യകർമ്മത്തിന് ഗുരുസ്ഥാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ. കൊള്ളാം. നിന്നെ എനിക്ക് ബോധ്യായി. എവിടെയാ യാഗസ്ഥലം?
അന്തരീക്ഷം തൃപ്തികരം. എങ്കിൽ ഉണ്ണികൃഷ്ണൻ ഗണപതി ഹോമം തുടങ്ങട്ടെ. അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം തുടങ്ങാൻ? ഏയ്, ഗണപതി ഹോമം അറിയാൻ നമ്പൂരിമാർ ബ്രാഹ്മണ കുലത്തിൽ ഉണ്ടാവില്ല. വിട്ടി അങ്ങോട്ട് നീങ്ങിയേക്കൂ. ആ തുടങ്ങാ. എനിക്കതിന് കഴിയില്ല. ഇപ്പൊ എങ്ങനെ? 101 യാഗങ്ങള് പൂർണ്ണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ. ജ്യോത്സ്യ പ്രവചനത്തിന് വിഘ്നം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം. അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം. എന്നെ അനുഗ്രഹിക്കണം. ഓം ഉദ്ധാന സഹസ്രാവേ സ്വാഹ. ഓം ജിതഗ്നോന്തംബൂദേ സ്വാഹ. മന്ത്രം ചൊല്ലിയത് പെഴു വെച്ചിരിക്കണു. അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. ഹൈ, അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആറ്റുമ്പോൾ അവരെ കൊണ്ട് മേയാൻ വിട്. അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലോ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ലല്ലോ. നെയ്യുടെ മണമുണ്ട്. ഓം ശ്രീ മാതൈ സ്വാഹ. ഓം ശ്രീ മഹാരാജ്ഞേ കോഴി ആടൊക്കെ ഉണ്ട്. സംഭൂതൈ സ്വാഹ. അങ്ങോട്ട് ചെല്ല. ഓം ദേവകാല അവിടെ കുറ്റിയടിക്ക്. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറി നിൽക്ക്. അന്യജാതിക്കാരി കൊട്ടാരം കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്. വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട. ഈ അളക്കടാ. ഇവരെ പിടിച്ച് പുറത്താക്കടാ. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിക. നടന്നോ. ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ടു വരാം.